ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. രാവിലെ എണീറ്റപ്പോൾ നല്ല ഭംഗിയുള്ള റോസാപ്പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിലെ കാണാൻ. ഞങ്ങളെ വീട്ടിൽ ഇന്നും രാവിലെ വരുന്ന ഒരു അതിഥിയാണ് കേട്ടോ ഈ കാക്ക. ഉമ്മ പുറത്ത് ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. അപ്പോൾ രാവിലെ കഴിക്കുന്ന അപ്പത്തിൻ്റെ ഇഡലിയുടെ എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ച് അതിന് കിട്ടണം, എന്നാലേ അവിടെ നിന്ന് പോവുള്ളൂ. ഇന്നും രാവിലെ കൃത്യസമയത്ത് എത്തുന്ന ഒരാളാണ് കേട്ടോ. നമ്മുടെ ഞാവൽ പറിക്കാൻ പോവാം കേട്ടോ. ഡെയിലി വന്ന് നോക്കും പഴുത്തിട്ടുണ്ടോ എന്നൊക്കെ. കുറേ പഴുത്തിട്ടുണ്ട്. പഴുത്തതൊക്കെ എന്താ നിലത്ത് വീണ് പോവാണ് കേട്ടോ. ഒന്നോ രണ്ടോ മാത്രമേ ഉള്ളൂ ശരിക്ക് പഴുത്ത് കിട്ടിയത്. അല്ലെങ്കിൽ ഒരു ചവപ്പ് ടേസ്റ്റ് ആയിരിക്കും, അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇത് വലിയ മരമല്ലേ, അപ്പം ഇതിൻ്റെ മുകളിൽ ഒരുപാടുണ്ട്. പഴുത്തതുണ്ടോയെന്നൊന്നും അല്ല, കാണുമ്പോൾ ഒക്കെ പച്ചനെ കാണുന്നത് കൂടുതൽ. പഴുത്തത് ഒന്നോ രണ്ടോ കാണുന്നുള്ളൂ. പക്ഷെ നിലത്തും അതേപോലെ ഒരുപാട് വീണ് കിടക്കുന്നുണ്ട്. ഈ നിലത്തതൊന്നും കഴിക്കില്ല, വല്ല പാമ്പോ എന്തെങ്കിലും ജന്തുക്കളൊക്കെ കടിച്ചാണെങ്കിൽ നിപ്പ ഇതൊക്കെ അല്ലേ. അപ്പോൾ മരത്തുനിന്ന് ഉള്ളത് മാത്രമേ പറിക്കണുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ മാത്രമേ പഴുത്ത് കിട്ടണുള്ളൂ. ഇതിനാദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ ഇത്രയും ഉണ്ടായിട്ടുള്ളത്. ഇതിന് മുന്നേക്ക് ഒന്നോ രണ്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാടുണ്ട്, അത്രയുണ്ട്. ഈ താഴെയുള്ള ഭാഗത്ത് മാത്രമേ നമുക്ക് കൊമ്പൊക്കെ കുറച്ച് വലിച്ചിട്ടെങ്കിൽ പറിക്കാൻ സാധിക്കുള്ളൂ. മുകളിലത്തത് ആരെങ്കിലും കയറി പറിക്കണം. പക്ഷേ ഈ മഴയായതുകൊണ്ട് തന്നെ ആരും കയറുന്നില്ല. എനിക്കിത് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇത് പറിക്കാൻ, അതുപോലെ വീഡിയോ എടുക്കാനൊക്കെയാണ്. കാരണം നല്ല ഭംഗിയിലെ കാണാൻ. ശരിക്കും നമ്മുടെ മുന്തിരിയുടെ കളറൊക്കെ വരുമ്പോൾ ഇത് ഒന്നും കൂടി 2 ദിവസം കൂടി എന്തായാലും പഴുക്കും. പക്ഷെ നമുക്ക് കിട്ടുമെന്നറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നാളെയും മറ്റന്നൊക്കെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കണം. കാരണം ഇത് പറിക്കലും വീഡിയോ എടുക്കലും അതുപോലെ കയ്യിൽ വെക്കലൊക്കെ ശരിയാവില്ല. കയ്യിൽ വെക്കുമ്പോൾ ആ പഴക്കം നിലത്ത് വീണ് പോവാണ്. അപ്പോൾ വീണ് പോകുമ്പോൾ താഴെ കിടക്കുന്ന ഏതാണ്, ഞാൻ പറിച്ചത് ഏതാണെന്ന് എനിക്കറിയില്ല. ഓരോ ബഞ്ചസ് ആയിട്ടാണ് കേട്ടോ അതുള്ളത്. അത് ഒന്നോ രണ്ടോ ആയിട്ടില്ല, ഒന്നോ രണ്ടോ ബഞ്ചസ് ആയിട്ട് തന്നെ ഒരുപാടുണ്ടാവും. അവൾക്ക് ഞാൻ പറിക്കാൻ കണ്ടപ്പോൾ അവൾക്കും പറിക്കാൻ ഭയങ്കര ആഗ്രഹം. അവൾ പറിച്ചത് അവൾ മാത്രം എടുത്ത് വെച്ചിട്ട് അവൾ ആ ബ്ലാക്ക് കളറിൽ മാത്രം നോക്കി പറിച്ചിരിക്കുകയാണ്. അതുപോലെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യത്തിനൊക്കെ പഴുത്തത് നോക്കി പറിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നാളെ ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയെന്ന് നമുക്ക് നാളെ വീഡിയോയിൽ കാണാം. പഴം കൊണ്ട് ഉണ്ടാക്കാവുന്ന വേറൊരു വെറൈറ്റി ഐറ്റംസൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.